എല്ലാവർക്കും നമസ്കാരം. ഇമ്മിണി വല്യുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 7 × 3/5. ഒരു ഹോൾ നമ്പറിനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഈ ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ശരിക്ക് അഡീഷനേക്കാളും സബ്ട്രാക്ഷനേക്കാളും ഈസിയാണ്. ഇവിടെ LCMൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എനി ഹോൾ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 1. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു ഹോൾ നമ്പറിനെയും നമുക്ക് ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം with denominator 1, and the rule of multiplication of two fractions is the product is equal to the product of the numerators divided by the product of the denominators. So ഇവിടെ numerators 7 and 3, so the product's denominator will be 1 × 5 and its numerator is 7 × 3. 7 × 3 is 21/5 is the answer. ഇത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സ്ഡ് ആക്കി എഴുതാം. then 21/5 is 4 5s are 20, then 1 4 1/5. okay, and this is the product of these two fractions. And the second same type, 5/2 × 6. ഇതിനെ നമുക്ക് 5/2 × 6/1 എഴുതാം. ഈസ് ഈക്വൽ ടു 5 × 6/2 × 1 ഈസ് ഈക്വൽ ടു 5 6 are 30/2 and its simplest form is 15/1. 30/2 രണ്ടിലും 2 കോമൺ ഫാക്ടർ ആണ്. സോ വി ഡിവൈഡ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ 2. വി ഗെറ്റ് 15/1 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഫ്രാക്ഷൻസ്. ഇനി ഇതാണ് നമ്മൾ ഫസ്റ്റ് കുട്ടികൾ ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് വലിയ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ആൻസർ എപ്പോഴും ഒറ്റ സ്റ്റെപ്പ് തന്നെ സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് കട്ടിംഗ് മെത്തേഡ്. അപ്പം നമുക്ക് കട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഇതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആൻഡ് ഹിയർ 5/2 × 6/1 നമ്മൾ 5 × 6/2 × 1 എഴുതി. ഇനി എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 6 and 2 have a common factor 2. So that common factor we have to keep in mind. Then divide each of these numbers by that common factor. ഇവിടെ ഏതെങ്കിലും കോമൺ ഫാക്ടർ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും, കട്ടിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്ററും മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം സൈഡ് കട്ടിംഗ് മീൻസ് ഇറ്റ് ഇസ് ഡിവൈഡിങ്. സെയിം സൈഡ് ഒരിക്കലും പറ്റില്ല. സോ ഇവിടെ 6ൻ്റെയും 2ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 നമ്മൾ മനസ്സിൽ വെക്കും. Then divide both 6 and 2 by 2. 6 divided by 2 is 3 and 2 divided by 2 is 1. So we will get 5 × 3 15/1 × 1 1. ഇവിടെ തന്നെ കിട്ടി നമുക്ക് സിംപ്ലസ്റ്റ് ഫോം യൂസിങ് ദിസ് കട്ടിംഗ് മെത്തേഡ്. അപ്പോൾ ഇതാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ. Okay, third one is how to multiply a whole number and a mixed fraction. അപ്പോൾ എപ്പോഴും മിക്സ്ഡ് ഫ്രാക്ഷൻസ് നമ്മൾ ഇംപ്രോപ്പർ ആക്കണം. 4 6 are 24 + 3 27/4. Then this is 5/1 × 27/4 is equal to 5 × 27/4. ഇവിടെ ഒന്നും കട്ടിംഗ് മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല, സിൻസ് നോ കോമൺ ഫാക്ടേഴ്സ് വി ഗെറ്റ്. So 5 × 27, 135/4, and which we can write in mixed fraction as 4 3s are
12, then 15, again 3 4s are 12, we get this is equal to 33 3 by 4. This is the answer for this product. 5 into 6 3 by 4 is equal to 33 3 by 4. Okay, is it clear? And the next question is question number 4. Question number 4 is 3 1 by 4 into 6. This also 4 3s are 12 plus 1, 13 by 4 into 6 by 1 is equal to 13 into 6 by 4 into 1. ഇവിടെ നോക്കൂ 6നും 4നും common factor ഉണ്ട് 2. That 2 keep in mind, then divide both by 2. Here 3 and here 4 divided by 2 is 2. ഇനി ഒന്നുമില്ല. Then 13 into 3 is 39 by 2 into 1 is 2. Then what will you get? 19 1 by 2. Okay, this is the mixed form, since question is in mixed form. And the fifth question is 2 by 7 into 7 by 9. We use ഇവിടെ രണ്ട് fraction form തന്നെയുണ്ട്, and 2 into numerator by denominator into denominator. Here 7 and 7 get cancels, we can cut, because for 7 and 7 itself is a common factor. Then 7 divided by 7 is 1, no need of writing, and again 7 divided by 7 is 1. Then it is 2 by 9, which is a proper fraction. And the sixth one, question number 6 is 3 4 by 7 into 3 by 5 is equal to 25 by 7 into 3 by 5 is equal to 25 into 3 by 7 into 5. And here, is there any common factor for 25 and 5? Yeah, here 25 and 5 have a common factor 5. Then 25 divided by 5 is 5, 5 divided by 5 is 1. So we get any common factors onnulla, 5 3 7 1. 5 3s are 15 by 7 is equal to 2 7s are 14. So it will go 2 times 7 2s are 14 plus 1, 15 by 7. So 2 1 by 7 is the product of these two fractions. And the next one, what do we mean by of? Of means multiplication. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് in the episode BODMAS rule. Of means multiplication. So sometimes half of അങ്ങനെ question വരും. ഇവിടെ നോക്കൂ, half of, how to find half of 2 3 by 4 is equal to half into, of means multiplication. Then 2 3 by 4, 4 2s are 8 plus 3, 11 by 4 is equal to 1 into 11 by 2 into 4 is equal to 11 by 8, and it is equal to 1 3 by 8. Okay, this is the product or half of 2 3 by 4. And next is 2 by 3 of 18. Here also 2 by 3 of 18 is 2 by 3 into 18. Of means multiplication. 18 can be written as 18 by 1. So we'll get 2 into 18 by 3 into 1. ഇവിടെ എന്തെങ്കിലും common factors ഉണ്ടോ? Yes, definitely. For 18 and 3 we have 3 as a common factor. So that 3 keep in mind, 18 divided by 3 is 6, 3 divided by 3 is 1. Then no more common factors. The answer is 2 6 are 12 by 1 into 1 is 1. 12 by 1, or simply you can write 12. And I have written in fraction form. That's all. Okay. Then 2 by 3 of 18. 2/3 of 18 is 12 is the answer. And the next one is 9th question. How to divide? This much about our these 8 questions are questions on multiplication of fractions. Is it clear? What is the rule? To multiply two fractions, the product is numerator into numerator divided by denominator into denominator. Okay.
And to get in simplest or lowest form, we can use the cutting method. And division means, through example I will be explaining. Here it is 1 divided by 1 by 2, and we can't divide, or we can, but it is not so easy using long division method if you use this method. So there is a rule for division of fractions, that is, division means multiplying by the multiplicative inverse. മുമ്പ് നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സിൽ സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിവൈസറിൻ്റെ, ദിസ് ഇസ് ദ ഡിവിഡൻഡ് ആൻഡ് ദിസ് ഇസ് ദ ഡിവൈസർ, ഡിവൈസറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓർ റെസിപ്രോക്കൽ? It is the fraction obtained by interchanging the numerator and the denominator. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? റെസിപ്രോക്കൽ ഓർ ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഫ്രാക്ഷൻ. ദാറ്റ് ഈസ് തല തിരിച്ചിട്ടാൽ മതി. ഓക്കെ, ആൻഡ് ഹിയർ 1 divided by 1 by 2 means 1 into reciprocal of 1 by 2 is 2 by 1. So the answer is 1 into 1 by 1 into 2 by 1 is equal to 1 into 2 by 1 into 1 is equal to 2 by 1 is equal to 2. ഇത്രയും സ്റ്റെപ്സ് വേണ്ട, ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സിംപ്ലി 1 divided by 1 by 2 is 1 into 2 by 1. That is the rule. And the next question, 3 by 4 divided by 3. അപ്പം എന്തായിരിക്കും ഇവിടെ? എപ്പോഴും നമ്മൾ റെസിപ്രോക്കൽ എടുക്കേണ്ടത് ഡിവൈസറിൻ്റേതാണ്. അതായത് ആഫ്റ്റർ ദ ഡിവിഷൻ സൈൻ വിച്ച് നമ്പർ കംസ്, ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് ടു ബി ടേക്കൺ ഫസ്റ്റ് നമ്പർ, അതായത് ഡിവിഡൻഡ് റിമെയിൻസ് ദ സെയിം. സോ വി ഹാവ് ടു റൈറ്റ് 3 by 4 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 3. 3 എന്ന് പറഞ്ഞാൽ 3 by 1 ആണ്. സോ ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 1 by 3. 3 means 3 by 1, so its reciprocal is 1 by 3. Then we get 3 into 1 by 4 into 3. 3 and 3 get cancels. 3 divided by 3 is 1. Okay, it is 1 by 4. 1 by 4 is the what? Quotient here. This is division. 3 by 4 divided by 3 means 3 by 1. It is into 1 by 3. Then 3 and 3 get cancels. It is 1 by 4. Here itself we can write 3 and 3 get cancels. 1 by 4 is the quotient. And the next one is very easy, multiplication and division of fractions. Okay, then next one is 11th. It is 1 by 3 divided by 5 by 6. Then is equal to 1 by 3 into 6 by 5. 5 by 6 reciprocal is 6 by 5. Then it is 1 into 6 by 3 into 5. And what is the common factor? For 6 and 3 we have 3 as common. So 6 divided by 3 is 2. 3 divided by 3 is 1. So the answer is 1 into 2 by 1 into 5. It is 2 by 5. 2 by 5 is the quotient of this question. And 12th one is 4 3 by 7 divided by 7. 4 3 by 7 divided by 7. And as I have told you, whenever you get a mixed fraction, convert it into improper. 31. 4 7s are 28 plus 3 is 31 by 7 into, this is 7 means 7 by 1. Then 7's reciprocal is 1 by 7. Okay, then we will get it as 31 by 31 into 1 by 7 into 7. It is equal to 31 by 49 is the quotient of this question. Clear now? And 2 more questions are there. Okay. Next one is question number 13. 4 by 9 divided by 2 by 3. Then how to write 4 by 9 into 3 by 2. Divided by 2 by 3 is the same as into its reciprocal. 2 by 3's reciprocal is
3 by 2. Then 4 into 3 by 9 into 2. Is there any common factor? Yes. ഇവിടെ 3ക്കും 9ഉം common factor ഉണ്ട്. അതുപോലെ 4നും 2 also have a common factor. അപ്പോൾ first 4 and 2. 4 and 2. 2 is common. So divide both by 2. 4 divided by 2 is 2. 2 divided by 2 is 1. Also 3 and 9 have a common factor 3. 3 divided by 3 is 1. 9 divided by 3 is 3. So we get 2 into 1. What remains? 2 into 1 is 2. By 3 into 1 is 3. 2 by 3 is the quotient. And the last one, 14th. It is 3 1 by 5 divided by 1 2 by 3. Both are mixed fractions. How to divide two mixed fractions? Both we have to convert into improper. 5 3s are 15 plus 1 is 16 by 5 divided by, first of all we convert this, otherwise get confused, no? 3 1s are 3 plus 2 5 by 3. ആദ്യം തന്നെ നമുക്ക് തന്ന ക്വസ്റ്റ്യനെ ഫോം മാറ്റാം. രണ്ടും മിക്സ്ഡ് ആയതുകൊണ്ട് രണ്ടും നമ്മൾ ഇംപ്രോപ്പർ ഫോമിൽ എഴുതി വെച്ചു. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ മൾട്ടിപ്ലൈങ് ബൈ ദി റെസിപ്രോക്കൽ ചെയ്താൽ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് കൺവേർട്ടഡ് ബോത്ത് ഇൻ ടു improper. Then use the rule. Next is 16 by 5 divided by 5 by 3 is into 3 by 5. Okay, then is there any common factor for numerator and denominator? No. 16 into 3 by 5 into 5. 16 into 3 is 48 divided by 5 into 5 is 25. പക്ഷെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് ഏത് ഫോമിലാണ്? മിക്സ്ഡ് ഫോമിൽ. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു മിക്സ്ഡ്. ദെൻ ദി ആൻസർ ഈസ് 48 divided by 25. Only one time it will go. Then 123 by 25 is the answer. Okay, is it clear? അപ്പോൾ ഈസിയാണ്. To find the product of two fractions, the rule is numerator into numerator divided by denominator into denominator. And for division, to divide two fractions, it is equal to multiplying by its multiplicative inverse. The divisor's reciprocal is to be multiplied. Okay, so see you in the next episode. Keep watching the videos. Thank you.